പബ്ലിക് കീ എന്ന സെക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് RSA ക്രിപ്റ്റോ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതൊരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അപ്പം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വലിയൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു 6 ഡിജിറ്റോ 7 ഡിജിറ്റോ ഒക്കെ നമ്പർ തന്നിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 പ്രൈംസിൻ്റെ പ്രൊഡക്റ്റായിട്ടൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലാർജ് കോമ്പോസിറ്റ് നമ്പേഴ്സിനെ ഫാക്ടറൈസ് ചെയ്യാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മളുടെ ഈ ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിലുള്ള സെക്യൂരിറ്റി. നമുക്കൊരു മെസ്സേജ് ആരും അറിയാതെ കൺവേ ചെയ്യാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഒരു ഫാക്ടറൈസേഷൻ്റെ ബുദ്ധിമുട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻവെൻറ്റ് ചെയ്തത് ഈ 3 പേരാണ്. നിങ്ങൾ വായിച്ചേക്ക്. അതുകൊണ്ടാണ് ഈ RSA ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത്, ആ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും കീ എക്സ്ചേഞ്ചൊക്കെ ആണ് അതിൻ്റെ മെയിൻ പർപ്പസുകൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു കീ ജനറേറ്റ് ചെയ്യുക എന്നാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നമ്മൾ മുമ്പ് ക്രിപ്റ്റോഗ്രാഫിയിൽ കീ യൂസ് ചെയ്തിട്ട് മെസ്സേജുകൾ റീഡ് ചെയ്യാനൊക്കെ പഠിച്ചു. എങ്ങനെയാണ് ഒരു കീ ജനറേറ്റ് ചെയ്യുക എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറയാം. നിങ്ങൾ 2 ലാർജ് പ്രൈംസ് ചൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ആവശ്യം ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി ഒരു കീ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കീ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒരാൾക്ക് പെട്ടെന്ന് പൂട്ട് പൊളിക്കാൻ പറ്റാത്തൊരു കീ. അപ്പോൾ 2 ലാർജ് പ്രൈംസ് പിയും ക്യൂ കൊടുക്കുക. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു N ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ആ N നമ്മുടെ പബ്ലിക് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കിന് നമ്മൾ റിവീൽ ചെയ്ത് കൊടുക്കുന്ന ഇതാണ് കീ എന്ന്. അതായത് എൻസിഫർ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. അതിന് സൈഫർ ടെക്സ്റ്റ് ആക്കാനുള്ള കീ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ പബ്ലിക് കീൻ്റെ ഭാഗമായിരിക്കും ഈ N എന്ന നമ്പർ. ഓക്കെ, അപ്പം ഒരിക്കലും നമ്മൾ ഇനി കൊടുക്കുന്ന നൊട്ടേഷൻസ് ആട്ടോ. ഇനി നമ്മൾ ഒരു റാൻഡായിട്ട് 2 പ്രൈംസ് എടുത്ത് പിയും ക്യൂവും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് N കിട്ടിയാൽ പിന്നെ നമ്മൾ PA QA NA എന്നൊക്കെ കൊടുക്കുന്നത് എടുത്ത പ്രൈമിനെയും കിട്ടിയ പ്രൊഡക്റ്റിനെയൊക്കെയാണ്, N-നെയൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് φ(n) കണ്ടുപിടിക്കാം. നമുക്ക് ഓയിലർ ടോഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു നമ്പർ തന്നു കഴിഞ്ഞാലേ, ഇപ്പോൾ സ്ലൈഡിക്കാൻ പോയതല്ലേ, നിങ്ങൾക്ക് ഒരു N കണ്ടിട്ട് 2 പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ. φ(n) കാണാൻ ഫോർമുലയൊക്കെ ഉണ്ട്. അപ്പോൾ φ(n) കാണാൻ 2 പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്ലി പ്രൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ φ(n) കാണാൻ എളുപ്പവഴിയുണ്ട്. എന്ത് ചെയ്താൽ ഈ P-1 × Q-1 ചെയ്താൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. φ(n) അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് φ(n) ജസ്റ്റ് P-1 × Q-1 പ്രൊഡക്റ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് φ(n) കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 2 ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് മെയിൻ, നമ്മുടെ എൻക്രിപ്ഷൻ കീ ഡീക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മെസ്സേജ് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതിന് മുമ്പ് ആദ്യം എൻക്രിപ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അതായത് തന്നപ്പോൾ യെസ് എന്നൊരു മെസ്സേജ് ആണെന്ന് കരുതാം. അതിന് ആർക്കും മനസ്സിലാവാത്ത പോലെ മാറ്റുന്നതിനാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ ആ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള കീ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സെലക്ട് പബ്ലിക് എക്സ്പോണൻറ്റ്, അതായത് പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കാമെന്ന്. എൻക്രിപ്റ്റ് ചെയ്യാനുള്ള കീ എന്തായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഡീക്രിപ്റ്റ് ചെയ്ത് മെസ്സേജ് റീഡ് ചെയ്യാനുള്ള കീ പുറത്ത് കൊടുക്കരുത്. അപ്പോൾ ആ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള കീ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പറയുന്നത്. നമ്മളൊരു E എന്ന നമ്പർ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ φ(n) ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ 1-ൻ്റെയും φ(n)ൻ്റെയും ഇടയിലുള്ള ഒരു E എന്ന ഇൻറ്റിജർ ചൂസ് ചെയ്യാം. ഓക്കെ, ആ ഇക്ക് ഒരു പ്രത്യേകതയും കൂടെ വേണം. GCD വിത്ത് φ(n) 1 ആയിരിക്കണം. അതായത് φ(n) ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളൊരു E ചൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ എൻക്രിപ്ഷൻ കീ ആയിട്ട് വരിക. ഓക്കെ, ദ റാൻഡംലി ചൂസൺ E ഈസ് ഡിനോട്ടഡ് ബൈ E. അപ്പോൾ നമ്മൾ സ്റ്റെപ്പുകൾ മനസ്സിലാക്കി പോവുക. അത് നമ്മൾ 2 പ്രൈംസ് എടുത്തു, പ്രൈംസിൻ്റെ പ്രൊഡക്റ്റായിട്ട് N എടുത്തു, എന്നിട്ട് അതിൻ്റെ φ(n) കണ്ടുപിടിച്ചു. എന്നിട്ട് ആ φ(n) ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളൊരു നമ്പർ എടുത്തു. അതാണ് നമ്മൾ എൻക്രിപ്ഷൻ കീ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ശരി, അതിന് നമ്മൾ E എന്നുള്ള നൊട്ടേഷനൊക്കെ കൊടുക്കും, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി എന്താണ് ഡീക്രിപ്ഷൻ കീ? അതാണ് മെയിൻ. ഇത് നമ്മൾ E എന്ന നമ്പർ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എൻക്രിപ്റ്റ് ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും, ഏത് മെസ്സേജിന് വേണമെങ്കിലും അവർ എൻക്രിപ്റ്റ് ചെയ്തോ. ഡീക്രിപ്റ്റ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള, നേരത്തെ പബ്ലിക് എക്സ്പോണൻ്റ് എന്നാണ് പറഞ്ഞത്, ഇതിനി പ്രൈവറ്റ് എക്സ്പോണൻ്റ് ആണ്. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? തന്ന E വെച്ചിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കീ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് മെസ്സേജ് റീഡ് ചെയ്യാനുള്ള ആൾക്ക് മാത്രം നമ്മൾ രഹസ്യമായി പറഞ്ഞു കൊടുക്കുമല്ലോ. ആ കീ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്
പ്രൈവറ്റ് കീ അത് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇ മോഡുലോ ഫൈ ഓഫ് എൻ നമ്മുടെ ഈ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അണ്ടർ മോഡുലോ ഫൈ ഓഫ് എൻ. നമുക്ക് പറയാം, ഇപ്പോൾ Z10 എടുത്തു, അത് വെച്ചിട്ട് ഇപ്പോൾ Z10 വേണ്ടല്ലേ, Z5 എടുത്തു എന്ന് എടുത്താം. അതിൻ്റെ അണ്ടറിലുള്ള നമ്പേഴ്സ് നമുക്കറിയാം, 0 1 2 3 4. 0 മാറ്റി വയ്ക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും, 1 2 3 4 ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇപ്പോൾ 2 എടുത്തു, അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. മോഡുലോ ഫൈ ഓഫ് എൻ ആണ്. ഓക്കെ, അതായിരിക്കും നമ്മൾ ഡി ആയിട്ട് എടുക്കേണ്ടത്. അതായത് ഇൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡുലോ ഫൈ ഓഫ് എൻ. ഓക്കെ, ദിസ് ഈസ് ദ പ്രൈവറ്റ് കീ. അപ്പോൾ പബ്ലിക് കീ ആയിട്ട് നമുക്ക് പബ്ലിക്കിന് റിവീൽ ചെയ്ത് കൊടുക്കാവുന്ന കീയാണ് പബ്ലിക് കീ. അത് NAEA. ഇതായിരിക്കും നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും വായിക്കാവുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന കീ, പബ്ലിക് കീ. നമ്മൾ റിവീൽ ചെയ്ത് കൊടുക്കും. NA എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടായിരിക്കും, വലിയ ലാർജ് നമ്പർ ആയിരിക്കും, പ്രൈം നമ്പേഴ്സ് P × Q ഒക്കെ ചെയ്ത. EA എന്ന് പറഞ്ഞിട്ടുള്ള എൻക്രിപ്ഷൻ കീ. ഓക്കെ, പക്ഷേ രഹസ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് DA എന്ന നമ്പർ. ഇതായിരിക്കും നമ്മൾക്ക് റെസിപ്പിയൻ്റ്, അതായത് ഈ മെസ്സേജ് വായിക്കേണ്ട ആൾക്ക് മാത്രം നമ്മൾ രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്ന കീ ആണ് NADA എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പബ്ലിക് കീ ഇത്, പ്രൈവറ്റ് കീ ഇത്. എങ്ങനെ പ്രൈവറ്റ് കീ ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, പ്രൈവറ്റ് കീ E എന്ന നമ്പർ യൂസ് ചെയ്തിട്ട് D എന്ന നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അണ്ടർ മോഡുലോ ഫൈ ഓഫ് എൻ. ഓക്കെ, N അത്രയും ലാർജ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഫൈ ഓഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അണ്ടർ ദാറ്റ് മോഡുലോ ഒക്കെയാണ് നമ്മൾ. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് കീ അത്രയും സെക്യൂർഡ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 സ്റ്റെപ്പുകൾ നമ്മൾ കീ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. എൻക്രിപ്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്രിപ്റ്റോഗ്രഫിയിൽ ചെയ്ത പോലെ തന്നെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. അതിനൊരു ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം, ഒരു വലിയൊരു മെസ്സേജ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിൽ ഓപ്പറേഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഇൻറ്റിജറായിട്ട്, ഒറ്റ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാം, ലെസ് ദാൻ നമ്മുടെ കയ്യിലുള്ള N. ഓക്കെ, എൻക്രിപ്ഷൻ ഫോർമുല നമ്മൾ ആദ്യം അതിനെ എൻക്രിപ്റ്റ് ചെയ്യണം, എന്നിട്ടാണ് സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുക. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റും. ഓക്കെ, സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റി ആദ്യം പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് P എന്നൊരു നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തൊന്ന് എഴുതാം. ഓക്കെ, എൻക്രിപ്ഷൻ ഫോർമുല ഇതാണ്, P⁻E mod n. കാരണം നമ്മുടെ എൻക്രിപ്ഷൻ കീയിൽ ആരൊക്കെ ഉണ്ടാവുക, തൊട്ട് മുന്നേ പറഞ്ഞു, എൻക്രിപ്ഷൻ കീയിൽ ആരൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ പബ്ലിക് കീയിൽ NAയും EAയും. ആ Nഉം Eയും ഉണ്ടായിരിക്കും. ഞാൻ സബ്സ്ക്രിപ്റ്റായിട്ട് EA കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എൻക്രിപ്ഷൻ കീ ആയിട്ട് Nഉം Eയും ഉണ്ടായിരിക്കും. ആ Nഉം Eയും യൂസ് ചെയ്തിട്ട് Pനെ C ആക്കി മാറ്റാനുള്ള ഫോർമുലയാണിത്. ഓക്കെ, കീക്കകത്തുള്ള Eയും Nഉം യൂസ് ചെയ്തിട്ട് നമ്മൾ Pനെ C ആക്കി മാറ്റും. പ്ലെയിൻ ടെക്സ്റ്റ് നമ്പറിനെ സൈഫർ ടെക്സ്റ്റ് നമ്പറാക്കി മാറ്റും. എന്നിട്ട് അതിൽ നിന്ന് സൈഫർ ടെക്സ്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് മാത്രം മതി, എന്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ, പബ്ലിക് കീ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. എന്നിട്ട് സൈഫർ, അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റി. ഓക്കെ, ഇനി അതിന് സൈഫർ ടെക്സ്റ്റ് നമുക്ക് മെസ്സേജ് കിട്ടേണ്ട ആൾക്ക് മാത്രം നമ്മൾ രഹസ്യമായി പറഞ്ഞു കൊടുക്കും. D എന്ന നമ്പർ പ്രൈവറ്റ് കീ പറഞ്ഞു കൊടുക്കും. ആ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് C⁻, ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുക സൈഫർ ടെക്സ്റ്റ് C എന്ന നമ്പർ ഉണ്ടാവുക. ആ Cനെ തിരിച്ച് P ആക്കി മാറ്റിയാലല്ലേ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മുടെ റെസിപ്പിയൻറ്റിന് മെസ്സേജ് വായിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ C⁻D പ്രൈവറ്റ് കീയാണ്. C⁻D mod n ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് P തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്പർ എടുത്താൽ മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1:1 മാപ്പിംഗ് ആയിരിക്കണം. അപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ഫോം ചെയ്ത D ഉണ്ടല്ലോ, ഒരു Eയും ഒരു Dയും ഒക്കെ ഫോം ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കീ, പബ്ലിക് കീ, പിന്നെ ഒരു പ്രൈവറ്റ് കീ. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഒരു 1:1 മാപ്പിംഗ് ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്തുകൊണ്ട് ഇതൊരു 1:1 മാപ്പിംഗ് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഒറിജിനൽ മെസ്സേജിനെ റിക്കവർ ആവുന്നതിനുള്ള റീസൺ ഇതാണ്, നമ്മുടെ Eയും Dയും പരസ്പരം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു
ഞാനെവിടെ പറഞ്ഞു നിർത്തിയെന്നുള്ള മറന്നുപോയി. എന്തായാലും ഈ സ്ലൈഡായിരുന്നു. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ് ഒരു മെസ്സേജിനെ നമ്മൾ ആദ്യം സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. അതാണ് എൻസിഫറിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ തിരിച്ച് സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റിനെ ആക്കുന്നതിനാണ് ഡീസിഫറിംഗ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പി എന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്തിട്ട് സി ആക്കി മാറ്റുന്നു. അവിടെ അതിന് നമ്മൾ യൂസ് ചെയ്ത ഓപ്പറേഷൻ ഇതാണ്, P⁻E mod n. നമ്മൾ EA mod n എന്നുള്ളതൊക്കെ നൊട്ടേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പീനെ സി ആക്കി മാറ്റുന്ന എൻസിഫറിംഗ് ട്രാൻസ്ഫർമേഷൻ ശരിക്കും Z/NaZ NZ എന്നൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത Z/NZ NA എന്നുള്ള സബ്സ്ക്രിപ്റ്റ് ആട്ടോ. അപ്പോൾ Z/NZ നിന്ന് അതിലേക്ക് തന്നെയാണ്, അതിലേക്കുള്ളൊരു മാപ്പിങ്ങാണ് ഫസ്റ്റത്തെ എൻസിഫറിംഗ് ട്രാൻസ്ഫർമേഷൻസ്. ഓക്കെ. ക്രിപ്റ്റോ സിസ്റ്റം അല്ലെങ്കിൽ RSA ക്രിപ്റ്റോ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ 2 സെൻറ്റൻസുകൾ എഴുതി കൊടുക്കണേ. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഡീസിഫറിംഗ് ട്രാൻസ്ഫർമേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ Z/NaZ നിന്ന് നമ്മൾ തിരിച്ചെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ പീനെ സി ആക്കിയിട്ടുണ്ടാവും. ഇനി തിരിച്ച് സീനെ പി ആക്കണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് F ഇൻവേഴ്സ് ഓഫ് ഇവിടെ എഴുതിയ മിസ്റ്റേക്ക് ആണ്. F ഇൻവേഴ്സ് ഓഫ് സി ആണ്. C⁻DA mod n. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ കീയും D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീക്രിപ്ഷൻ കീയും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ഇൻവേഴ്സ് ആയിരിക്കും. ഇത് എൻസിഫറിംഗ് ട്രാൻസ്ഫർമേഷൻ, ഇത് ഡീസിഫറിംഗ് ട്രാൻസ്ഫർമേഷൻസ്. ഓക്കെ. ഇവിടെ ഞാൻ സി ആക്കിയിട്ട് PDF അയക്കുമ്പോൾ സി ആക്കിയിട്ട് അയക്കാം. അപ്പം ഇതാണ് എൻസിഫറിംഗ് ട്രാൻസ്ഫർമേഷൻ, ഇത് ഡീസിഫറിംഗ് ട്രാൻസ്ഫർമേഷനും. ഇത് രണ്ടും പരസ്പരം ഇൻവേഴ്സ് ആയിരിക്കും. കാരണം നമ്മളെടുത്ത ഇയും ഡിയും അങ്ങനെയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E × D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ഓക്കെ. ദീസ് 2 maps are inverses to one another. ഇനി ഞാനതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ അതിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ പിയും സിയും നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റുകളും സൈഫർ ടെക്സ്റ്റുകളും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെയും സൈഫർ ടെക്സ്റ്റിനെയും നമ്മൾ കുറേ മെസ്സേജ് യൂണിറ്റുകളാക്കിയിട്ട് മാറ്റുക ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ N ലെറ്റർ അറേഞ്ച് ആൽഫബറ്റുകൾ, ചിലതിൽ 26 ലെറ്റർ ആൽഫബറ്റ്, ചിലതിൽ 27 ലെറ്റർ ആൽഫബറ്റ് ഒക്കെ കണ്ടു. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിലൊരു N ലെറ്റേഴ്സ് ആൽഫബറ്റ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ കെയും എല്ലും 2 സ്യൂട്ടബിൾ ചൂസ് ആൻഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനൊക്കെ കെ ബ്ലോക്ക് നമ്മൾ ഡൈഗ്രാഫ്, മോണോഗ്രാഫ് അല്ലെങ്കിൽ ഡൈഗ്രാഫ്, ട്രൈഗ്രാഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം വീതമുള്ള ബ്ലോക്കുകൾ അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ 2 ആകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജുകളെ നിങ്ങൾ ബ്ലോക്കുകളാക്കുമ്പോൾ, ഡൈഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ K2 ആയിരിക്കും. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജുകളെ നിങ്ങൾ ബ്ലോക്സ് ഓഫ് K ലെറ്റേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് കരുതാം. നിങ്ങളുടെ കയ്യിൽ മൊത്തം 26 ലെറ്റർ അല്ലെങ്കിൽ N ലെറ്റർ ഉണ്ടെന്ന് കരുതാം. അതിനെ കുറേ ബ്ലോക്കുകളാക്കി മാറ്റാണല്ലോ നിങ്ങൾ ചെയ്യുക. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിന് K ലെറ്റേഴ്സ് വീതമുള്ള ബ്ലോക്കുകളാക്കി മാറ്റിയിട്ടുണ്ടെന്ന് കരുതാം. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ ഇക്വലൻ്റ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ N⁻K അതൊക്കെ വലിയ നമ്പർ ആയിരിക്കും. നമുക്ക് എത്ര വലിയ നമ്പർ ആവുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമ്മുടെ കീകളും, അല്ലെങ്കിൽ അത് മെസ്സേജ് അത്രയും സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ. പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിന് K ലെറ്റേഴ്സുള്ള ബ്ലോക്കുകളായിട്ടും സൈഫർ ടെക്സ്റ്റ് മെസ്സേജിന് L ലെറ്ററുള്ള ബ്ലോക്കായിട്ടും നിങ്ങൾ എന്താ പറയുക യൂണിറ്റ് അങ്ങനത്തെ ബ്ലോക്കുകളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. അതാണ് നിങ്ങളോട് ചെയ്യുന്നത്. എന്നിട്ട് ലാർജ് പ്രൈമുകൾ, എത്രത്തോളം വലിയ പ്രൈമുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നു അത്രത്തോളം നല്ല. ലാർജ് 2 പ്രൈം പിയും ക്യൂവും, PA ആൻഡ് QA ആണ് കേട്ടോ. അപ്പോൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ N കണ്ടുപിടിക്കുക, പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ N⁻K N⁻L ഈ ഫോമാറ്റിലാണ് വരിക. ഓക്കെ. ആ രീതിയിൽ വരുന്ന പിയും ക്യൂ ഒക്കെ ചൂസ് ചെയ്യാം. ഇവിടെ ഒന്നും വലിയ കാര്യമില്ല, ഞാൻ എക്സാമ്പിൾ പറയാം, എന്നാലേ നിങ്ങൾക്ക് തലേ കയറുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള കാര്യം എത്രയേ ഉള്ളൂ, നിങ്ങൾ ഏതൊരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എടുത്തിട്ട് അതിൻ്റെ ഇമേജ് കണ്ടു കഴിഞ്ഞാലും ഒരു യുണീക്കായിട്ടുള്ള L ലെറ്റർ ബ്ലോക്കാണ് കിട്ടുക. അത്രേ പറഞ്ഞുള്ളത്. യുണീക്ക് അല്ലാന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യുന്ന മെസ്സേജ് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു N-ഉം K-യും L ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിന് യുണീക്ക് ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോവില്ല. ഓക്കെ, ഇത്രയും പറയണം. അപ്പോൾ ഇതൊക്കെയാണ് RC ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇനി അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ N26 ആണെന്ന് കരുതാം. K3 L4, അതായത് K3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റുകളൊക്കെ 3 ലെറ്റർ ബ്ലോക്കുകളായിട്ടാണ് മാറ്റേണ്ടത്. സൈഫർ ടെക്സ്റ്റുകളൊക്കെ 4 ലെറ്റർ ബ്ലോക്കുകളായിട്ടാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് മാറ്റേണ്ടത് യെസ് എന്നൊരു മെസ്സേജ് ആണെന്ന് കരുതാം. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YES ഇതാണെന്ന് കരുതാം. യെസ് എന്നൊരു മെസ്സേജിനെയാണ് എനിക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ ഞാനിതിൽ കീ കൺസ്ട്രക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 ലെറ്റർ ബ്ലോക്കാണ്. ഓൾറെഡി 3 ലെറ്ററേ കയ്യിലുള്ളൂ. അപ്പോൾ ഒറ്റ ബ്ലോക്ക് തന്നെ ഉള്ളൂ, യെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ആ ഒരൊറ്റ ബ്ലോക്കിനെ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഒരു ന്യൂമറിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കിക്കോളൂ. 24 × n² + 4 × n + 18. ഇതാണ് ആ ബ്ലോക്കിലെ ഫസ്റ്റ് ലെറ്ററിന് ഫസ്റ്റ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 24 ആണ്. അതൊക്കെ നമുക്കറിയാം. 26 ലെറ്റർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ Y24 ആയിരിക്കും, E4 ആയിരിക്കും, S18 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെങ്ങനെ ന്യൂമറിക്കൽ വാല്യൂ ആക്കും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യാനൊന്നും ചോദിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കണ്ടാൽ മതി. അപ്പം അതിനാദ്യം ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് 24 × n² + 4 × n + 18. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 16,346 കിട്ടും. ഇതാണ് നമ്മുടെ P എന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി കീ വേണമല്ലോ, ഇത് കീ കൺസ്ട്രക്ട് ചെയ്യണമല്ലോ, പിന്നെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കീ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രൈംസ് ചൂസ് ചെയ്യുക. 281 Q = എത്ര വലിയ പ്രൈംസാണ് അത്രയും നല്ലത്. അപ്പോൾ N = P × Q 46,927 വരും. അതിൻ്റെ φ(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. P യും Q അറിയാവുന്നതുകൊണ്ട് 280 × 16 P - 1 × Q - 1 ചെയ്തിട്ട് φ(n) ഇതാ വരിക. അപ്പോൾ നമ്മൾ ഒരു ചൂസ് ചെയ്യണം. ആ ആണ് നമ്മുടെ എന്താ പറയുക, പബ്ലിക് കീ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചൂസ് ചെയ്യാൻ പറഞ്ഞത്, φ(n) ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏത് നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ φ(n) എന്ന് പറഞ്ഞാൽ 46,480 ആണ്. അതിനുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളൊരു വലിയൊരു നമ്പർ എടുത്തു, 39,423. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പബ്ലിക് കീ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡീക്രിപ്ഷൻ കീ, പ്രൈവറ്റ് കീ കണ്ടുപിടിച്ച് വെക്കണം. E∞ mod φ(n), എന്നാലേ നമ്മുടെ കീ കൺസ്ട്രക്ട് ചെയ്ത ആൾക്ക് അറിയണ്ടേ. അപ്പോൾ പബ്ലിക് കീ 39,423 ആണ്. പ്രൈവറ്റ് കീ നമ്മൾ കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞിരുന്നു, E∞ mod φ(n). mod φ(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ(n) അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ മോഡലോ φ(n)ൽ ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ D = 26,767. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതെന്തായാലും ചെയ്യാൻ വരില്ല. അപ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ആദ്യം നമ്മൾ 2 പ്രൈംസ് എടുക്കുന്നു, N കാൽക്കുലേറ്റ് ചെയ്യുന്നു, φ(n) കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ φ(n) ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളൊരു കണ്ടുപിടിക്കുന്നു. ആ ആണ് പബ്ലിക് കീ. ആ ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അണ്ടർ മോഡലോ φ(n) ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് കീ കിട്ടും, പ്രൈവറ്റ് കീ കിട്ടും. ഈ P യും Q യും D ഒക്കെ റിമൈൻ സീക്രട്ട്. മാത്രമേ നമ്മൾ റിവീൽ ചെയ്യുള്ളൂ. വേണമെങ്കിൽ N റിവീൽ ചെയ്യാം. പക്ഷേ N റിവീൽ ചെയ്തിട്ട് കാര്യമില്ല. P യും Q യും പറഞ്ഞു കൊടുക്കാതെ വെറുതെ നിങ്ങളുടെ കയ്യിൽ 46,927 വന്നു കഴിഞ്ഞാൽ P യും Q ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഫാക്ടറൈസ് ചെയ്യാൻ 2 വലിയ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റാണ്. 281 × 167 ആണെന്ന് കണ്ടുപിടിക്കാൻ നല്ല പണിയാണ്. അപ്പോൾ എത്രത്തോളം വലിയ പ്രൈംസ് എടുക്കണം അത്രത്തോളം നല്ലത്. അപ്പോൾ നമ്മൾ P യും Q യും D ഒക്കെ സീക്രട്ടായിട്ട് വെക്കും. ശരി, ഇനി നമ്മൾ പബ്ലിക് കീ എങ്ങനെയാണെന്ന് പറഞ്ഞത്, പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഉം E യും വെച്ചുണ്ടാക്കുന്നത്. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഉം D യും വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റാം. പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ്. പബ്ലിക് കീ നമുക്ക് N ഉം E എങ്ങനെ എടുത്താൽ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,423 ആയിരുന്നു. E എന്ന് പറഞ്ഞാൽ തിരിച്ചാണല്ലേ. ഓക്കെ, എഴുതിയത് മാറിപ്പോയതാണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46,927, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,423. ഇത് എഴുതിയത് അങ്ങോട്ട് മാറിപ്പോയതാണ്. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ളൊരു പ്ലെയിൻ ടെക്സ്റ്റ് നമ്പർ ഉണ്ടായിരുന്നു, ഒരു 16,346 അല്ലേ. അതിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെ
അതായത് 16346 സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് ഇത്. എഫ് ഓഫ് പി ഈക്വൽ ടു പി റേസ് ടു ഇ മോഡ്. അതിൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,423, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46,927, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ 16,346. അത് ചെയ്ത് കഴിഞ്ഞാൽ 21,000 വലിയ വലിയ നമ്പേഴ്സാണ് വരിക. നമ്മൾ മോഡിൽ 46,927 ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 21,166 എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ് വരിക. ഇത് ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ ഉള്ളൂ. ഇതിന് സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മുടെ സൈഫർ ടെക്സ്റ്റൊക്കെ L ഈക്വൽ ടു 4 എടുത്തുകൊണ്ടേ 4 ലെറ്റർ ബ്ലോക്കാണ്. അതുകൊണ്ട് തിരിച്ച് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റി, ഇങ്ങനെ നമ്പർ ആക്കി മാറ്റി, ന്യൂമറിക്കൽ വാല്യൂ ആക്കി മാറ്റി. ഇനി എങ്ങനെ സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് നിന്ന് ന്യൂമറിക്കൽ വാല്യൂ ചെയ്തില്ലേ, അതേപോലെ സൈഫർ ടെക്സ്റ്റ് ഈ ന്യൂമറിക്കൽ വാല്യൂ തിരിച്ച് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഇപ്പോൾ 4 ലെറ്റർ ഉണ്ടല്ലോ, 4 ലെറ്റർ ബ്ലോക്കുകളായിട്ടാണ് വേണ്ടത്. അപ്പോൾ 3 ലെറ്റർ ആയപ്പോൾ നമ്മൾ 26ൻ്റെ സ്ക്വയർ പ്ലസ് 26 പ്ലസ് 1 ഈ ഫോമാറ്റിലായിരുന്നു. അപ്പോൾ 4 ലെറ്റർ ആകുമ്പോൾ 26ൻ്റെ ക്യൂബ് പ്ലസ് 26ൻ്റെ സ്ക്വയർ പ്ലസ് 26 പ്ലസ് 1 ഈ ഫോമാറ്റിൽ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. ആദ്യം 26ൻ്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എഴുതും, പിന്നെ 26ൻ്റെ സ്ക്വയർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ. ഓക്കെ, അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ കൂടെ വരുന്ന കോഷ്യൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ 1, 5, 8, 2, അത് വെച്ചിട്ട് നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടും. നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ അറിഞ്ഞു വെച്ചാൽ മതി. പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. എസ് എന്ന സൈഫർ ടെക്സ്റ്റിന് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റിയത് BFIC ആണ്. ഇതാണ് നമ്മൾ എന്താ പറയുക സെൻഡ് ചെയ്യുക. ഈ മെസ്സേജാണ് എസ്സിന് പകരം BFIC ആണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ BFIC കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നുള്ളത് പ്രൈവറ്റ് കീ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ റെസിപ്പിയൻറ്റിന്, NADA എന്ന് പറഞ്ഞിട്ട്. മാറിപ്പോയതാണ്, അങ്ങോട്ടും മാറിപ്പോയതാണ്. DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26,767 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ DA ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് തിരിച്ച് ഇപ്പം നമുക്ക് കിട്ടിയ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടല്ലോ, സൈഫർ ടെക്സ്റ്റിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, സൈഫർ ടെക്സ്റ്റ് BFIC എന്നുള്ളത്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 21,166 അതുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള C എന്ന സൈഫർ ടെക്സ്റ്റ് വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരാൾക്ക് BFIC എന്നാണ്ട് സൈഫർ ടെക്സ്റ്റ് കയ്യിൽ കൊടുത്തു എന്ന് കരുതാം. അതിന് നമ്മൾ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. B × 26 ക്യൂബ് പ്ലസ് 21,166 അത് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റാനുള്ള ഫോർമുലയാണ് ഇത്. അത് യൂസ് ചെയ്തിട്ട് തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുക. അപ്പോൾ 16,346 കിട്ടും. അതിന് റെസിപ്പിയൻ്റ് ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ട് 16,346 3 ബ്ലോക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് യെസ് തിരിച്ച് കിട്ടും. ഓക്കെ, ഈ രീതിയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതും കൊണ്ട് നിങ്ങൾ ഇടങ്ങാറാവണ്ട. എക്സാമ്പിൾ പറഞ്ഞതിൻ്റെ പ്രൊസീജിയർ ഒന്ന് അറിഞ്ഞു വെക്കാനാണ്. നിങ്ങൾ ഈ എക്സാമ്പിളിൽ യൂസ് ചെയ്ത് ശ്രദ്ധിച്ചാൽ മതി. Nഉം Kയും Lഉം തരും. എന്നിട്ട് പ്ലെയിൻ ടെക്സ്റ്റിന് ആദ്യം ന്യൂമറിക്കൽ വാല്യൂ കാണുക. ഓക്കെ, എന്നിട്ട് ആ പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂ കീ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഇടയിൽ കൊടുത്തു എന്നേ ഉള്ളൂ. കീ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു Pയും Qയും വെച്ചിട്ട് നിങ്ങൾ N യൂസ് ചെയ്യുക, Phi of N കണ്ടുപിടിക്കുക, E കണ്ടുപിടിക്കുക, Dയും കൂടെ ചെയ്ത് വയ്ക്കുക. കീ കൺസ്ട്രക്ഷനാണ് ഈ പേജിൽ മൊത്തം. എന്നിട്ട് ആ കീ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് Pനെ ആദ്യം C ആക്കി മാറ്റുക. എന്നിട്ട് Cനെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് Cനെ വീണ്ടും P ആക്കി മാറ്റുക, മെസ്സേജ് റീഡ് ചെയ്യാം. ഇതാണ് പ്രോസസ്സ്. RSA ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ ഈ ഒരു തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി പോവാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് കീയിലുള്ള ഭാഗം.